ഇനി നോക്കാനുള്ളത് സുപ്പീരിയർ വേന കാവ സിൻഡ്രോം. അതായത് നമ്മുടെ സുപ്പീരിയർ വേന കാവ ഒബ്സ്ട്രക്റ്റഡ് ആകുന്നത് ട്യൂമർ ഗ്രോത്ത് മൂലം ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻ ആണ് ഈ ഒരു സിൻഡ്രോം. ഇറ്റ് അസോസിയേറ്റഡ് വിത്ത് ലങ് ക്യാൻസർ ഓർ ലിംഫോമ. ദർ ഈസ് എ ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ഹെഡ്. ദെൻ നെക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഫേഷ്യൽ എഡിമ ഉണ്ടാകാറുണ്ട്, പെരി ഓർബിറ്റൽ എഡിമ കാണുന്നുണ്ട്, സ്റ്റോക്ക് സൈൻ കാണുന്നു, അതായത് ടൈറ്റ്നസ് ഓഫ് ഷർട്ട് കോളർ. കണ്ടീഷൻ വേഴ്സൺ ആവുകയാണെങ്കിൽ ഹാൻഡ്സിലും അതുപോലെ തന്നെ ലെഗ്സിലും ആംസിലുമുള്ള എഡിമ സീവിയർ ആയിട്ട് കാണുന്നു. അതുപോലെ ഡിസ്നിയ ഉണ്ടാകുന്നു, എപ്പിസ്റ്റാർസിസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. നോസ് ബ്ലീഡിങ്ങും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹെമറേജ്, കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസ്, ദെൻ മെൻ്റൽ ചേഞ്ചസ്, നോസ് ബ്ലീഡിങ്, ഹൈപ്പോടെൻഷൻ ഇതൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. സോ അസസ് ഫോർ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സുപ്പീരിയർ വേന കാവ. നമ്മുടെ പേഷ്യൻറ്റിന് ഹൈ ഡോസ് റേഡിയേഷൻ തെറാപ്പി നൽകുക, അല്ലെങ്കിൽ ദർ ഈസ് ദ പോസിബിൾ സർജറി ഇൻസേഷൻ ഓഫ് സ്റ്റെൻറ്റ്. അതുപോലെ സുപ്പീരിയർ വേന കാവയിലുള്ള ബ്ലഡ് ഫ്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വെക്കണം. അതിനായിട്ടുള്ള സർജറി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹൈ ഡോസിലുള്ള റേഡിയേഷൻ തെറാപ്പി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സുപ്പീരിയർ വേന കാവ സിൻഡ്രോമിൻ്റെ ഇൻ്റർവെൻഷൻസ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം. It's occur large quantity of tumor cells are destroyed rapidly. അപ്പോൾ ചില കമ്പോണൻസ് ബ്ലഡിലേക്ക് കടക്കുന്നു, പൊട്ടാസ്യം, യൂറിക് ആസിഡ്, ഫോസ്ഫേറ്റ്. സോ ദാറ്റ് അഫക്ട് ദ എൻറ്റയർ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഓഫ് ബോഡി. ഇത് സീവിയർ മാൽഫ്രസ്ട്രേഷൻസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി കോമൺ ആയിട്ട് കാണുന്നത് ഹൈപ്പർ കലീമിയ ഉണ്ടാകുന്നത്, അതായത് കിഡ്നി ഡാമേജ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി ഇൻ്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ദെൻ റേനൽ ഫങ്ഷൻ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ഹൈപ്പർ കാൽസ്യമി ഉള്ളത് കൊണ്ട് IV ഗ്ലൂക്കോസ് ആൻഡ് ഇൻസുലിൻ നമ്മൾ പേഷ്യൻറ്റിന് പ്രിഫർ ചെയ്യുക. നമ്മൾ പേഷ്യൻറ്റിന് ഡയറൂട്ടിക്സ് കൊടുക്കാറുണ്ട്, അതായത് യൂറിൻ ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സോ ഇതൊക്കെയാണ് ഓങ്കോളജിക്കൽ എമർജൻസിയിൽ നമുക്ക് നോക്കാനുള്ളത്.